സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരിക്കും, നമ്മൾ ആലോചിച്ചെടുത്താൽ മനസ്സിലാവും. അപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാൾ വീണ്ടും വീണ്ടും വഷളായി കൂടുതൽ നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാനുള്ള കാരണങ്ങൾ പലപ്പോഴും രേവതി ഒന്നും ചെയ്തിട്ടല്ല. അല്ലെങ്കിലും പിണങ്ങി പോകുമ്പോഴേ പറയുന്നത് എന്റെ വീട്ടുകാരെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവരാരും ഇതിൽ വന്ന് ഇടപെടത്തില്ല. രേവതി അയാൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ അത് മദ്യപിച്ച ശേഷം എന്തെങ്കിലും പറയുന്നത്. അല്ല, മദ്യം വെക്കാതിരിക്കുമ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ അവരാരും ഇടപെടില്ല. ആദ്യം എല്ലാവരും പറഞ്ഞ് ഈ ബന്ധം കളയാൻ. അപ്പൊ എന്റെ ഒരു നിർബന്ധം ഒരു മോനാണുള്ളത്. എന്തുകൊണ്ട് ആ ബന്ധം കളയണം? അല്ല, ഒന്ന് ഒരുപാട് ചേട്ടന്റെ വീട്ടിലുള്ളവരും എന്നെ പറഞ്ഞ് ഇവ ശരിയാവത്തില്ല, ഇന്നും പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ അയാൾ ശരിയാവത്തില്ല? അന്ന് എനിക്ക് അന്ന് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് തോന്നിയിട്ടില്ല. അന്ന് ഒരു മോനാണ്. ഒരു കുട്ടിയായി കഴിഞ്ഞല്ലോ, ഇപ്പൊ ഇത് വിട്ടുപോയാൽ നാളെ തീർച്ചയായിട്ടും ചോദിക്കും. മോനെന്ന് പറയുന്ന ആൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പൊ രണ്ടു കുട്ടികളായി. രണ്ടു കുട്ടികളാകുമ്പോൾ ചോദ്യങ്ങൾ കൂടും. ഒരു പെൺകുട്ടിയുടെ നാളെയുള്ള ഭാവി, അതിന്റെ പഠിത്തം, എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത്. അതിന്റെ അഭിമാനവും അന്തസ്സും കാര്യങ്ങളും ഒക്കെ നോക്കി നമ്മൾ നാട്ടോടൊപ്പനുസരിച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ അന്ന് ഒരുപക്ഷെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പ്രസാദിന് വേണ്ടിയായിരിക്കും. കാരണം പ്രസാദ് അയാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എനിക്ക് നല്ലൊരു ജീവിതം ഞാൻ നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വരെ സമ്മതിച്ചെത്തിയ ഒരു മനുഷ്യൻ എന്നുള്ളതായിരിക്കും. അതിനു മുമ്പ് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഉണ്ടായി കാണും. രേവതിയുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒന്നും 1% പോലും ഞങ്ങളാരും കുറച്ച് കാണുന്നില്ല. മേഡമൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇപ്പൊ പ്രസാദിനെ, ഒത്തിരി ഒരുപാട് ഇവിടെ പറയാൻ പറ്റാത്ത തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞോളൂ. അവര് ഇതുപോലെ തന്നെ മദ്യവെച്ച് ഒരു വീട്ടില് ചെന്ന് ഒരു പെണ്ണിന്റെ അടുത്ത് നിന്ന് അനാവശ്യം പറഞ്ഞു. അതൊന്നും വലിയ ഇഷ്യൂ ആക്കി എടുത്തില്ല. ഞാൻ മാത്രം ഉള്ളപ്പോ അവിടെ ഉള്ള ആണുങ്ങളെല്ലാവരും കൂടെ വന്നു അവരെ ഒന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അനി ഓടി ഒന്ന് ഇവിടെ അവള് മാത്രമേ ഉള്ളൂ, ഇവിടെ എന്ന് സംസാരിക്കണ്ട, നിങ്ങൾക്ക് അവനുമായിട്ടാണ് പ്രശ്നമെങ്കിൽ അവരെ കാണുമ്പോൾ സംസാരിക്കുക. അങ്ങനെ അവ ഓടി വന്നുകൊണ്ട് അവരെല്ലാരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും. പക്ഷെ പിന്നെ തുടർന്നു പോവുകയോ അതിൽ നിന്ന് പിന്നെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇല്ല. അത് അപ്പോഴും അങ്ങനെ തുടർന്നൊന്നും പോയില്ല. അത് അവിടെ വെച്ച് തീർന്നു. അപ്പം പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അങ്ങനെ ഒരുപാട് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരു പെണ്ണിന്റെ അടുത്ത് അത് കുടിച്ച് വിറ്റായിരുന്നത്, കുടിച്ച് വരണ വരവില് അവര് പൈപ്പിന്റെ മുട്ടിൽ കുടത്തിൽ വെള്ളം എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നല്ലൊരു കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരുപാട് കുട ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ കേട്ട് ഇതും കൂടെ ഞാൻ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചേരാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോണ വഴിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര അടിയില്ല, ഒരെണ്ണം ഞാനും കൂടെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് അവിടെ എന്തോ സംസാരമായി. ഞാൻ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ അവിടെ പിള്ളേർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവന്മാർ നീ എന്തിനു വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടത്. വീട്ടിൽ ബൈക്കിൽ കൊണ്ട് ആക്കി തന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ അവിടെ നിന്ന പിള്ളേർ, കളിച്ചോണ്ട് നിന്ന പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം ഇതിൻ്റെ പിറ്റ് മാറിയപ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ തന്നെ ചെന്ന് ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ പെണ്ണിനെ ഞാൻ വഴി വെച്ചിട്ടുണ്ടല്ലോ, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാ എന്നിങ്ങനെ കേട്ട്. അപ്പം തിരിച്ചുണ്ട് ഞാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചുകൊണ്ട് ആ ഒരു രീതിയിലാണ് കുടിച്ചോട്ട് പറ്റിപ്പോയാണ്. എല്ലാ പ്രശ്നങ്ങളും പ്രശ്നത്തിന്റെ പേരിലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അയാൾ മദ്യപാനം തുടങ്ങിയതിന്റെ കാരണം തന്നെ അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല മാനസിക പ്രശ്നങ്ങളും ഉണ്ട്. അത് അയാളുടെ ചിന്തയിൽ വരാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള കൊച്ചിലേ മുതലുള്ള പല പ്രശ്നങ്ങളുടെ പേരിലാണ്. അപ്പൊ അയാൾക്ക് എല്ലാവരോടും ഒരു വെറുപ്പ് തോന്നുക, അല്ല ലോകത്തോട് വെറുപ്പ് തോന്നുക, സംസാരിക്കുന്നു. അയാൾ തന്നെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. ഇല്ല, വീട്ടിൽ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ആ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇവരെ ബന്ധുക്കളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ, നമുക്കൊരു ആൾബലമല്ലേ മേഡം. ഇത് പറഞ്ഞാൽ ആൾബലമാണോ? ആൾബലം നല്ലതാണ്. ഇപ്പൊ മേഡം പറയുന്നത് ആൾബലം എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഒരു കാര്യം നടക്കുമ്പോഴത്തേക്ക് ഈ നാട്ടുകാരെന്ന് പറയണത്, ഇവരെ ബന്ധുക്കൾ എന്ന് പറയണത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയണം. അതിന് ഇവളെ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവള് ചെയ്തത് തെറ്റാണെന്ന് പറയണം. അത് ഒരിക്കലും അവർ പറയില്ല. അവൾ എന്ത് ചെയ്തിട്ടുണ്ടോ അത് ശരിയെന്നും പറയും. ഞാൻ എൻ്റെ ഇതിലാണ് ശരിയെന്നുണ്ടെങ്കിലും അവർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പിന്നെ എന്നുള്ള ഒരു കാര്യം എന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാരിലെ ഇവരെ ബന്ധുക്കൾ ഒറ്റയെണ്ണം എൻ്റെ വീട്ടിൽ ഒന്നും തിരക്കേണ്ട കാര്യമില്ല. അവരെ വീട്ടിൽ ആളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത ബന്ധുക്കൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. ഈ നാട്ടിൽ കിടക്കുന്ന ബന്ധുക്കളെന്ന് പറയുന്നത് ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു കേട്ട്, മാമ നിങ്ങളല്ലേ ബന്ധുക്കളെന്ന് പറയും, നിങ്ങളെത്തി ആ കാര്യത്തിൽ
പ്രസാദ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ അമ്മേരെ നാക്ക് എനിക്ക് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റൂല, നമ്മളെ കൊണ്ട് പറ്റൂല, കാരണം നമ്മൾ പോയി സംസാരിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റൂല പ്രസാദ്. ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നതാ. അല്ല അങ്ങനെ പറഞ്ഞ ആരാണെന്ന് പറയണോടെ. അങ്ങനെ അമ്മേനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അങ്ങനെ നിന്റെ അമ്മയുടെ സംസാരം ശരിയല്ല, സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് രാജമാവൻ അങ്ങനെ പറഞ്ഞാട്ടെ, അത് ചോദിക്കാം. രാജുമാമൻ എന്ന് പറഞ്ഞ അമ്മയുടെ മൂത്തമ്മയുടെ മോനാണ്. അപ്പൊ അച്ഛൻ മരിച്ചപ്പോ അവരൊക്കെയാണ് വന്ന് സംസാരിക്കുക. അപ്പോഴും മരണത്തിനും ഇവര് വഴക്കുണ്ടാക്കി പോയി. എന്താ പറയുക, നമ്മള് അമ്മയുടെ സൗന്ദര്യം നോക്കിയോ അമ്മയുടെ സ്വഭാവം നോക്കിയോ അച്ഛൻ്റെ ഇതൊന്നും നോക്കിയല്ലോ ഒരു കല്യാണം കഴിക്കുന്നത് അല്ലല്ലോ. ഇത് ഈ അമിതമായിട്ട് ഓരോരുത്തരും ആ കുട്ടിയോടുള്ള സ്നേഹപ്രകടനം നടത്തി അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇടപെടലായിട്ട് വന്ന് അപ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അവരുടെ പരിസരത്ത് തന്നെ പോയി താമസിക്കുമ്പോൾ അവർക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ആവശ്യമില്ലാതെ ഇതെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിന് വന്നിട്ട് നിന്നെ അവിടെ ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തെന്ന് പറയുന്ന ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനായിരുന്നല്ലോ ശരി തന്നെ, ഇനി ഇവിടെ ഒരാണായിരുന്നാലും ശരി തന്നെ, അതിൽ ഇത്തിപ്പോഴും കുടിക്കുമ്പോഴത്തേക്കായിരുന്നാലും അവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിരുന്ന ആ വൈരാഗ്യം മനസ്സിൽ കാണും. കാരണം ഇങ്ങനെ ചെയ്ത് അവരിങ്ങനെ പറഞ്ഞിട്ട് പോയി, അല്ലാതെ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് പോയില്ല. നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്തോളെ ഇങ്ങനെ ചെയ്തോളെ പറയേണ്ട കാര്യമുണ്ടോ? അതെല്ലാം മറക്കാൻ പ്രസാദിന് പറ്റുമോ? ഇതെല്ലാം മറന്നിട്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങളെ കരുതി രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം. കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ജോലി TTC പഠിച്ചാണോ കുട്ടി? പഠിച്ച അങ്ങനെ ഒരു നല്ല ജോലിക്ക് പിന്നെ രേവതി പോകണമെന്നാണ് അയാളുടെ ആഗ്രഹം. കിട്ടുകയാണെങ്കിൽ പോവുക, എല്ലായിടത്തും അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജോലിക്ക് പോവുക, അങ്ങനെ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു നല്ല ജോലിക്ക് രേവതിക്ക് പോകണം. കാരണം രേവതിക്ക് വിദ്യാഭ്യാസമുണ്ട്. എന്തിനാ വെറുതെ കളയുന്നത്? അല്ല അപ്പൊ അതിന് പോണോന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ പറഞ്ഞു. അപ്പം അല്ല അത് കിട്ടുമ്പോൾ അതിന് പോകാം. അല്ലെ നല്ല ജോലി കിട്ടുമ്പോ എല്ലാരും നല്ല ജോലിക്കല്ലേ പോകത്തെ. ഇപ്പൊ തൽക്കാലം സാമ്പത്തികമായി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോയത്. അപ്പൊ ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രസാദായാലും സഹകരിച്ചു നിന്ന് അത് വേണ്ടുന്ന സ്ഥലത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം. കുടുംബത്തിലെ വരുമാനം വരണമെന്നുള്ള. അല്ല ഇപ്പൊ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കടങ്ങളൊക്കെ ഇപ്പം ഇവര് പിണങ്ങി പോയിട്ട് തന്നെ 3 മാസമായി. ഇപ്പൊ കടങ്ങളൊക്കെ ആദ്യം കിട്ടിയാണ് എനിക്കിപ്പൊ ഞാൻ തീർത്തത്. കൊച്ചുങ്ങളെ സ്കൂൾ ഫീസ് 2000 രൂപ മൊത്തത്തില് 1000 രൂപയായാലും അത് കടമല്ലേ. മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കുമ്പോ അവര് പലിശക്കൊക്കെ തരുന്നവരാണ്. അപ്പൊ അവർക്കത് ഒരു മാസം ആയാലും 1000 രൂപയായാലും 500 രൂപയായാലും അവർക്കത് കടം തന്നെയല്ലേ. നമുക്കത് എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് ചെയ്തതാണ്. ഒറ്റയ്ക്ക് നിന്ന് തേച്ച് ഒറ്റയ്ക്ക് നിന്ന് ടൈലിട്ട് ഞാൻ സ്വന്തമായിട്ട് ചിട്ടി കെട്ടിയ 10000 രൂപയും കൂടെ എടുത്തു വെച്ചാണ് ഇതെല്ലാം ചെയ്യണം. ഇത്രയും ചെയ്ത് ഈ വീട് ഇത്രയും ചെയ്ത് ഈ അടുക്കള എല്ലാം കൂടെ തേച്ച് ഇതാക്കി ടൈല് വിട്ട് സ്ലാബും ടൈലിട്ട് തറയും ടൈലിട്ടിട്ട് ഞാൻ അതിന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 രൂപ എടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത സമയത്ത് ഞാൻ 700 രൂപ എടുത്തിട്ടുണ്ട്. കുടിക്കാൻ വേണ്ടി തന്നെ എടുത്തത്. ഇവളോട്ട് പറഞ്ഞുകൊണ്ടാണ് പോയി എടുത്തുകൊണ്ട് പോയത്. അതിന് വരെ പരാതി ഇവരെ വീട്ടിൽ പറയേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നത്. വീട്ടിലാകെ ചേട്ടൻ ചെയ്ത ആ പണി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുറെ വീട് വെപ്പിന് ആദ്യം ഇവര് ഓഹരി ഇട്ടുകൊണ്ട് തന്നെയാണ് വന്ന് മേടിച്ചത്. പകുതി ആയപ്പോ ഇട്ടിട്ട് പൊക്കളഞ്ഞു. അതിൽ നിന്ന് പൈസ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ വീട് വെക്കാൻ താമസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൈസ പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുത്താണ് പിന്നെ വീട് വെച്ചത്. അതൊക്കെ കഴിഞ്ഞ് വീട് വെച്ച് പകുതിയായി വാർപ്പായപ്പോഴത്തേക്ക് പൈസ തന്നാലേ ഞാൻ ഇനി വീട് വെക്കാൻ താമസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവര് ഇത് കണക്ക് വഴക്കൂടി അങ്ങ് പിണങ്ങിപ്പോയി. പിന്നെ ഞാൻ 10000 രൂപ വർക്ക്. ഈ പൈസയുടെ കാര്യമല്ലേ പ്രസാദ്? അത് വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും ഞാൻ ഇവിടുന്ന് വിറ്റോട്ട് പോയ പൈസ ഇത് എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പൈസ എന്റെ പേരിലല്ല, ബാങ്കിലിട്ടത്. ഞാൻ കണ്ടിട്ട് എന്റെ പേരോട് വെക്കാത്തതിന്റെ കാരണം എന്ത്? ഞാൻ വിറ്റോണ്ടുവന്ന പൈസയാണ്, നിങ്ങൾ ആരെ പൈസയല്ല, ഞാൻ വിറ്റിട്ട് വന്ന പൈസയാണ്. എനിക്ക് 5 പൈസ ഒരു ഇതുമില്ല. ഇതിൽ ഒന്നിലും എന്റെ കാര്യമില്ല. അത് അവരെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് അവരെ കയ്യിൽ പൈസ രണ്ടുപേരുടെ പേരിലാണെങ്കിലും എന്നെ അടിക്കുകയോ വഴക്കുറയോ ചെയ്യുമ്പോ ഞാൻ ഒപ്പിട്ട് കൊടുക്കത്തില്ലേ? അല്ല അങ്ങനെ നമ്മളങ്ങനെ ഇട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. നമുക്ക് നമ്മൾ നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അതിനകത്ത് തെറ്റെന്ന് തോന്നും. അയാളുടെ ഓഹരി വിറ്റ് അയാൾ കൊണ്ടുവന്ന പൈസ അതിൽ അയാളുടെ പേരേ വെക്കാതെ അയാളെ ഒരു എന്താ പറയുന്നത്, നിങ്ങളെല്ലാരും പറയുന്നിടത്ത് അനുസരിക്കുന്ന ഒരാളായിട്ട് പെരുമാറുമ്പോൾ അയാളുടെ കുറച്ച് നില തെറ്റും. എന്നിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇവളെ പേരിലും അതല്ലേ, ഇവളെയും കൺട്രാക്ട് എന്ന് പറയുന്ന ഡീൻ എണ്ണം ഉണ്ട്, കൺട്രാക്ടാണ് ഇവരെ വീടിൻ്റെ അടുത്തുള്ള. അങ്ങേരുടെ പേരിൽ ഞാൻ ഇട്ട്. കാരണം അങ്ങേരോട് ഞാൻ പണിക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു അണ്ണാ എൻ്റെ കയ്യിൽ എൻ്റെ പേരിലെ വെക്കൂല, അണ്ണൻ്റെ കൂടെ പേര് വെയ്യെന്ന് പറഞ്ഞിട്ട് അണ്ണൻ്റെ ഇവളെയും കൂടെ പേരിലിട്ട്. അന്ന് ആ സമയത്ത് എന്നെ ചെറിയൊരു പ്രശ്നമായി ഞാൻ പിണങ്ങിപ്പോയിരുന്നു. ഞാൻ ഒരു വീട്ടിൽ
ഒരു ഫോൺ വിളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് പോയ സമയത്ത് ഈ അണ്ണൻ്റെ ആ ഇതിലും കൂടെ പൈസ ഉണ്ട്. ഇപ്പോൾ ഇവളും ആണ്ണനും കൂടെ ഒപ്പിട്ടാലേ പൈസ കിട്ടുള്ളൂ. അപ്പോഴത്തെ ഞാൻ പറയാം, അണ്ണാ ഇതിന് ആ പൈസ എൻ്റെ ഇവിടെ പൈസ ഞാൻ ഇവിടെ പറഞ്ഞു അണ്ണാ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലെ കാര്യമുണ്ട് അണ്ണാ, ഞാൻ പറയാതെ ഇതിൽ ഒപ്പിടരുതെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, അണ്ണ വേണ്ട വിളിക്കുക ഇതിലും കൂടെ നിൽക്കും ഒപ്പിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രസാദ് എന്താ കാര്യമുണ്ടെന്ന് പറഞ്ഞു, അണ്ണാ ഞാൻ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ പോയതാണ്, അതിൽ ഒപ്പിടേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ പോയത് ഞാൻ പറയാൻ അല്ലാതെ നിങ്ങൾ ഒപ്പിടരുതെന്ന്. ആ പൈസ ഒന്നും നശിപ്പിച്ചിട്ടില്ല, ഒപ്പിടിപ്പിച്ചിട്ടില്ല. അതിൽ ഞാൻ അണ്ണൻ്റെ അടുത്ത് ലാസ്റ്റ് അണ്ണൻ്റെ അടുത്ത് നിന്ന് സഹിയായിട്ട് പറഞ്ഞപ്പോഴേ അണ്ണ എന്നെ വിളിച്ചിട്ട് പറയും, പ്രസാദ് ഇങ്ങനെയാണ് കാര്യം, ഇവരിങ്ങനെയാണ് പറയണമെന്ന്. ഞാൻ പറയാം, അണ്ണ അതിൽ എനിക്കൊരു 10,000 രൂപ എനിക്ക് വേണം, ബാക്കി പൈസ അണ്ണ ഇവർക്ക് കൊടുക്കരുത്, ഇത് വീട്ടിൻ്റെ പണിയിലായിട്ട് ചെയ്തു പോകണം, ഇവരെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയും. വീട്ടിൻ്റെ പണിയായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കണക്ക് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 10,000 രൂപ ഞാൻ മേടിച്ച് ചിട്ടിയുടെ പൈസ 3,000 രൂപ അണ്ണന് അപ്പോഴേ തന്നെ കൊടുത്തു. ബാക്കി 7,000 രൂപ കൊണ്ട് ഞാൻ വീട്ടിൽ. ഇതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യം. ഇതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞ അങ്ങനെ പിണങ്ങി പോയി അത് വീട് വെക്കാൻ അന്ന് എൻ്റെ കൂടെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ എൻ്റെ അച്ഛൻ അന്ന് മറിച്ച് അത് സഹായിച്ചു. എന്നിട്ടും അവരുടെയൊക്കെ എന്തുകൊണ്ടാണ് ഈ വൈരാഗ്യവും വിദ്വേഷവും അറിയാൻ രേവതി. അവർക്ക് അവരാരോടും പ്രസാദിന് വൈരാഗ്യമില്ല. പ്രസാദ് വൈരാഗ്യമുള്ളതുകൊണ്ടല്ലേ ഇപ്പോഴും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്ന അമ്മ ഫോൺ എടുത്തപ്പോ അമ്മ അച്ഛൻ മരിച്ചിരിക്കുക, അപ്പൊ പറഞ്ഞു ഇനി നിനക്ക് 2ാം ഭർത്താവ് വേണോ എന്നൊക്കെ വിളിച്ച് ഫോണിലൂടെയൊക്കെ ചോദിക്കും. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് അമ്മയെ ഞാൻ ഫോൺ വിളിച്ച് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് തിരിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്. കുടിച്ച സമയത്ത് ആശുപത്രി കിടന്ന സമയത്ത് ഞാൻ ഇവളെ അമ്മേനോ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എടുത്തിട്ട് അതൊന്നും ഒരു ഹോസ്പിറ്റലിൽ ആരും സമ്മതിക്കത്തില്ല. രേവതി ആരാ പറഞ്ഞത് ഇത്? അവിടെ വിളിച്ചു ചോദിച്ചു. അല്ല ഫോൺ വിളിച്ചപ്പോ അങ്ങനെ സംസാരിച്ചിരുന്നു. രേവതി കേട്ടില്ല. ആരാ പറഞ്ഞു? അമ്മയുടെ കൂടെ ഫോണിലൂടെ സംസാരിച്ചു. സാക്ഷിയാണോ വിളിക്കുമ്പോ? അല്ല അല്ല പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. രേവതി ഇതുവരെ രേവതി അമ്മയെല്ലാം പറയുന്നതെല്ലാം വിശ്വസിക്കുന്നില്ല. ഞാൻ എല്ലാരും പറയുന്നതും കേട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനാണല്ലോ. പക്ഷെ രേവതി ആരുടെ കൂടെ ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നത്? രേവതി തുറന്നു പറയണം. കാരണം നമ്മുടെ ഭാഗത്തോടെ നമ്മുടെ ഭർത്താവാണല്ലോ. ഇങ്ങനെ എല്ലാ തെറ്റുകളും ഒന്നും പറഞ്ഞതാ. ഞാൻ കുടിച്ചു, എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്കുകളെല്ലാം അദ്ദേഹം പറഞ്ഞതാണ്. എനിക്ക് രേവതിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്, ഇവിടെ തത്ത് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ കത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് രേവതിയെക്കുറിച്ച് നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഞങ്ങൾ അവൻ്റെ പല കാര്യങ്ങളും അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇനി അയാൾ നല്ല മനുഷ്യനായിട്ട് തന്നെ വന്നിരിക്കുക. അയാൾ കുടി നിർത്തി അയാൾ എല്ലാ കാര്യങ്ങളും പറയും, ബാക്കിയെല്ലാം മറക്കാനും തയ്യാറാണ്. നല്ല ജീവിതം നയിച്ചുകൂടെ? അല്ല രേവതിയോട് ചോദിക്കുക, ഈ ചോദ്യത്തിന് മറുപടി. അതെ, കുടി നിർത്തി നല്ലവണ്ണം ജീവിക്കുന്ന അവർക്ക് എനിക്ക് ഒരുപാട് വട്ടം അനുഭവം ഉള്ളതാണ്. അവര് ഇങ്ങനെ പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റിനല്ല അല്ലാതെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട്. അപ്പൊ പിന്നെ അല്ല, എനിക്ക് ഇതിൽ ഇവിടെ നിന്ന് ഉറപ്പും വിശ്വാസവും തരുമെങ്കിൽ തീർച്ചയായിട്ടും തരും. കാരണം എനിക്ക് പിന്നെ ഇനി എനിക്ക് അവരെ അടികൊള്ളാനോ എനിക്ക് ഇനി ഇങ്ങനെ പോകുന്നത് നാണക്കേടാനോ എനിക്ക് അതിനൊന്നും എനിക്ക് ഇതൊരു കോടതിയുടെ മുമ്പിൽ പറയുന്ന വാക്കാ, ഒരു പൊതുസ്ഥലത്തല്ല, ഒരു കോടതിയുടെ മുമ്പിൽ പറയുന്ന വാക്കാ. ആ വാക്കിന് വിലയുണ്ട്. നമ്മൾ ആ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു, അവരുമായിട്ട് സംസാരിച്ചു, അവരവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ ഒരുപാട് പ്രസാദമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസാദിന്റെ രീതി എല്ലാം നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അവരുടെ ഒരു വിഷമം, ഭാര്യ കൂടെ ഉണ്ടാവണം കൗൺസിലിങ്ങിന്, അത് ഉണ്ടാവാത്തതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട്. പലതവണ ഞങ്ങൾ ശ്രമിച്ചു. ഒരുപാട് ദൂരെയുള്ള സ്ഥലമൊന്നുമല്ല, ആരെങ്കിലും കൂട്ടി ഭർത്താവ് രക്ഷപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥയല്ലേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ എന്നും പറഞ്ഞ പോലും ആ കുട്ടി വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവർക്കുണ്ട്. അത് മാത്രം അവർ പറഞ്ഞു. പക്ഷെ പ്രസാദിന്റെ ഭാഗത്ത് 100% ഒരു നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. ഈ കൗൺസിലിങ്ങിന് ഭാര്യ കൂടെ വേണം, വളരെ പ്രധാനമാണ്. രണ്ടുപേർക്കും കൗൺസിലിംഗ് വേണം, എങ്കിലേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. 11-ാം തീയതി ഞാൻ തിരിച്ചിറങ്ങണത് ദിവസം വന്നപ്പോഴത്തേക്ക് എന്നെ വിടൂലെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റിൽ ഇത്ര ഇഞ്ചക്ഷനും ഇത്രയും ഗുളിക ഇതായിട്ട് എന്നെ വിടൂലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് കാര്യം കേട്ട്, പ്രസാദ് ഇനി നിന്റെ എല്ലാ കാര്യവും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രസാദ് ഈ ഗുളിക കൊണ്ടുപോവേ ഇനി ഇതിന്റെ വിഷമത്തിൽ ഇവിടെ വരാത്തതിന്റെ ഇതിന്റെ വിഷമത്തിൽ ഇനിയിപ്പോൾ പ്രസാദ് കുടിച്ചു കഴിഞ്ഞാൽ പ്രസാദ് എന്തെല്ലാം പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഒരു ഇതിന് ഇനി പോകില്ല, എനിക്ക് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ. വീട്ടുകാരന് ഉറപ്പില്ലാതെ അങ്ങനെ അയക്കില്ല, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അയക്കത്തില്ലല്ലോ. അമ്മയോ കൂടപ്പുറപ്പുകളോ ഭാര്യയോ ഒക്കെ വേണം. പക്ഷെ അമ്മൂമ്മ എന്ന് പറയുന്നത് അവർ കൺസിഡർ ചെയ്യില്ല, കാരണം ഒത്തിരി പ്രായമായവരാണ്, അവർക്ക് ഇതിന്റെ കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവരുടെ നിയന്ത്രണത്തിൽ അങ്ങനെ നിൽക്കത്തുമില്ലല്ലോ ഈ പ്രായത്തിൽ. നമുക്ക് എന്തെന്നറിയാവോ, നമുക്ക് എല്ലാ ആൾക്കാരും ഇപ്പം
ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറയണം, എൻ്റെ അമ്മ എന്നോട് സംസാരിച്ചതുള്ള പോലെ എൻ്റെ പിന്നെ കൂടപ്പിറപ്പുകളും ഒക്കെ എനിക്ക് ചോറ് വാരി തരുന്നത് പോലെയൊക്കെ ഞാൻ പോകുന്നിടത്ത് അതുപോലെ എന്നെ ഓമനിക്കണം, എന്നെ ലാളിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും അടുത്ത നിമിഷം വന്ന് മിണ്ടണം. ഇതൊക്കെ നമുക്ക് തോന്നുന്നു എല്ലാ മനുഷ്യന്റെ ആഗ്രഹങ്ങളാ. എനിക്കും അങ്ങനെ തന്നെ തോന്നും. അങ്ങനെയല്ല, ഞാൻ മറ്റേ ഇവരിപ്പോ പറഞ്ഞ അച്ഛനെ അടിച്ചോന്ന്, എന്റെ ഒരു ഇതില് നമ്മളിപ്പോ വയസ്സിന് മൂത്തവര് അടിക്കുക അതൊരു അഭിമാനമായിട്ട് പറയല്ല. അഭിമാനമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരിക്കലും അയാൾ പറഞ്ഞിട്ടില്ല. അയാള് ഇപ്പൊ നിങ്ങള് കുടിച്ച് ബോധമില്ലാതെ കടന്ന് കൊച്ചു കരഞ്ഞത് കേട്ടില്ല, വന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ വന്ന് എടുത്തപ്പോ അടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു. അതല്ല മാഡം, സത്യം സംഭവിച്ചു. ഭർത്താവായാലും അച്ഛനെ അടിച്ചാൽ നമുക്ക് വേദനിക്കും. പക്ഷെ അതുണ്ടാവാനുള്ള സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഒരു അടി ഉണ്ടായി, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി? അവരെല്ലാരും ചേർന്ന് ഇയാളെ നല്ലപോലെ അടിച്ചിട്ടുണ്ട്. അതും അപ്പൊ അയാൾക്ക് പറയാമല്ലോ. എന്റെ ഭാര്യയ്ക്ക് വേദനിക്കുവോ? ഉറപ്പായിട്ടും വേദനിക്കും. ചെയ്താൽ അത് നമ്മൾ മനസ്സിലാക്കി തിരുത്താനുള്ള മനസ്സുണ്ടാവും. എന്താ ഇത് തിരുത്താൻ വയ്യാത്ത തെറ്റെന്താ ഇയാളുടെ ഭാഗത്തുണ്ടായത്? തിരുത്താനല്ല, ഇപ്പൊ മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നതായാലും എന്താ ചീത്ത വിളിക്കുന്നത് മദ്യപിച്ച് കഴിയുമ്പോഴാണ് അയാൾക്ക് സമനില തെറ്റി ചീത്ത വിളിക്കുന്നത്. ചീത്ത വിളിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് രേവതിയുടെ അമ്മേനെ മാത്രമേ ഞാൻ പറയണുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മോള് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമേ, ഇളയ മോളെ മാത്രം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയിട്ട് ഇവളെ മാത്രം ഇങ്ങനെ കുത്തിത്തിരിക്കേണ്ട കാര്യം ഇവളെ അമ്മയ്ക്ക് എന്തിനാണ്? അതിനകത്ത് വേറൊരു വിഷയമുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം കിട്ടി വളർന്ന മനുഷ്യനല്ല ഈ പയ്യന്. ആദ്യം അവരങ്ങോട്ട് നല്ല രീതിയിലാണ് പെരുമാറിയത്. നല്ല രീതിയിൽ പെരുമാറാനുള്ള മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അവര് പെരുമാറട്ടെ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. എനിക്ക് മര്യാദയുള്ള ഒരു സ്ത്രീയാണ് ഞാനെങ്കിൽ ഞാൻ മറ്റൊരാളോട് ആദ്യമേ ഞാൻ നല്ല രീതിയിൽ അങ്ങ് പെരുമാറണം. അപ്പൊ അവര് അങ്ങോട്ട് പെരുമാറും. ഇപ്പൊ നമ്മൾ അവിടെ അന്വേഷിച്ച് നോക്കിയപ്പോ നമ്മുടെ പാനൽ ഇവിടുന്ന് പോയി അന്വേഷിച്ചപ്പോ പലപ്പോഴും അയാളെ തന്തയില്ലാത്തവൻ എന്നുള്ള വാക്ക് ഈ സ്ത്രീ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അമ്മ, അതെ നിങ്ങളുടെ അമ്മ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവിടെ സഹോദരങ്ങളെ വിളിച്ചാണ്. പക്ഷെ അമ്മയെ അല്ല, നിങ്ങൾ ഇപ്പോഴും അമ്മയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ അവര് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ പറയുന്ന പലരുടെയും പേര് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടെ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അവരോടൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഇരിക്കത്തുള്ളൂ. അവരോരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും, അതുകൊണ്ടാണ് പ്രസാദ് പറയുന്ന പലതും സത്യമാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. രേവതി പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? രണ്ടുപേര് രണ്ട് നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ സത്യമെന്ന് എങ്ങനെ അംഗീകരിക്കുന്നത്? നിങ്ങളുടെ ഒരാളുടെ പരാതി കിട്ടുമ്പോൾ ആ പ്രദേശത്ത് പോവുകയും അവിടെ വേണ്ടപ്പെട്ട പല ആൾക്കാരോടും എങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിത രീതി, അയാളുടെ സ്വഭാവം എങ്ങനെ, ഇതെങ്ങനെ, ഇവരുടെ വീട്ടുകാരെങ്ങനെ. അപ്പോൾ 99% അവിടെ ഉള്ളവർ പറഞ്ഞത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവർ കയറിയും ഇടപെടുക. പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് അവരുടെ അമിതമായ സംസാരവും, ആരും അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അവരവരുടെ ന്യായത്തിൽ പിടിച്ച് നിന്നുകൊണ്ടിരിക്കും. ഇത് ഈ ലാസ്റ്റ് എന്നെയും കൂടെ ഇരുത്തി അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇരിക്കുന്ന സമയത്ത് ഇവളെ അമ്മ എന്നെ ഈ ഗുളികയും തന്ന് നമ്മളെ ആഹാരം കഴിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞാണ് ഗുളിക തരുന്നത്. ഗുളികയും കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസാദം ഇന്നും കൂടെ അമ്മക്കൊന്ന് വിളിക്കാം. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിസ്റ്റർ വിളിക്കുകയാണ്. വിളിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7:30-8 മണിയാവും. വിളിച്ചപ്പോഴത്തേക്ക് ഇവളെ അമ്മയാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തിട്ട് പറഞ്ഞ് 8 മണിയായിട്ട് അവൾ വന്നിട്ടില്ല, അവൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം, അത് ഞാൻ ചത്തില്ലെങ്കിൽ പറയാമെന്ന്. രേവതി നല്ലൊരു പെൺകുട്ടിയാണ്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം, നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അയാളും അയാളുടെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഇതിനിടയ്ക്ക് പുറത്തു നിന്നുള്ള ഇടപെടൽ വളരെ കൂടുതലാവുകയും സ്നേഹമുള്ളവരാണെന്നും പറഞ്ഞ് വന്ന് ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ നിങ്ങളുടെയാണ് ജീവിതമാണ്. അമ്മയുടെയും അച്ഛൻ്റെയും അവരുടെയും ഇവരുടെയും ഒക്കെ ആങ്ങളമാർക്ക് അവർ ജോലി ചെയ്ത് അവർ ജീവിക്കണം ഇല്ലേ? അപ്പോൾ ഈ ഒരു വരുമാനം നിങ്ങളെ ജോലിക്ക് അയച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും വേണ്ടിയുള്ളതാണ്. അയാളുടെ വരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളത്. അതിന് എന്റെ വരുമാനം ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വരുമാനമായാലും അങ്ങേരുടെ വരുമാനമായാലും അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എല്ലാവരും നമ്മൾ സഹായിക്കണം, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം, ആവശ്യത്തിന് അത് വേറെ കാര്യം. മേഡം രണ്ടുപേരുടെയും ബന്ധുക്കൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിക്കാം. അത് പ്രസാദിന്റെ അമ്മാമ്മയല്ലേ? അമ്മയുടെ അമ്മ. ആ, ഇത് അമ്മ പ്രസാദിന്റെ അമ്മ. പേര് ലതിക. ലതിക. ഇവിടെ ആരൊക്കെയാ? അദ്ദേഹം അമ്മാവനാണ്, അമ്മയുടെ ആങ്ങള. ഞാൻ രേവതിയുടെ അച്ചാച്ചൻ. നിങ്ങൾക്കറിയാൻ്റെ പരാതിയെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളത് പിന്നെ ഒന്നുകൂടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മാമ്മയോട് ചോദിക്കണ്ട. അമ്മാമ്മയല്ലേ വളർത്തിയത് പ്രസാദിനെ? തന്നെ അല്ലേ? ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ മുതൽ ചോദിക്കുകയാണ്. ഈ കല്യാണം ഒക്കെ നടത്തിയൊക്കെ നല്ല രീതിയിലല്ലേ അവിടെ ജീവിച്ച് ആദ്യം തുടങ്ങിയത്? ഞാനാണ് അവനെ വളർത്തിയത് മക്കളെ. പിന്നെ ഒരു 3 സെന്റ് തറ ഞാൻ വാങ്ങിച്ചവന് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരെയും പേർക്കാണ് വാങ്ങിച്ചു, എൻ്റെ പേരും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തരവമെന്ന് പറഞ്ഞ് എൻ്റെ പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവന് 22 വയസ്സായുള്ളൂ.
ഞാൻ കുട്ടിയെടുത്താണ് മക്കളെ ഇവരെ വളർത്തിയത്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളെ. 4 പെൺപിള്ളേരാണ് അവരെ വളർത്താൻ. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് വളർത്തി. അത് ഇവിടെ അവനെങ്കിൽ ഇവനെയും വളർത്തി. അപ്പം 3 സെൻറ്റ് തറ ഇവനെ ഞാൻ മാറ്റി കൊടുത്തിട്ട് എൻ്റെ പേരും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരവും ഒരം വന്ന് പറഞ്ഞ് പ്രസാദിനൊരു പെണ്ണ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പെണ്ണ് കൊണ്ടാൻ സമയമായില്ല, അല്ല കൊണ്ടുവന്നാൽ അമ്മക്ക് നല്ലൊരു പയ്യൻ നല്ലൊരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, അവൻ്റെ ഇഷ്ടമാണ്, ഞാൻ വയസ്സായിരിക്കുന്നത് ഞാനാണ്. പോയി നോക്കിയിട്ടൊക്കെ വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞമ്മ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ശരി, ആ പെൺകുട്ടി പാവമാണെന്ന് തോന്നുന്നു, എനിക്ക് ആ പെൺകുട്ടിയെ നിങ്ങളെല്ലാവരും കൂടെ ചെയ്തു തരണം. ശരി, അപ്പം ഞാൻ പറഞ്ഞ മക്കളെ 25എങ്കിലും ആവട്ടെ, വേണ്ട എനിക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ വേണം. ശരി, ഞാനും കൂടെ സമ്മതിച്ചു. കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബം ഇവിടെ ഒരു ഓല കെട്ടണമായിരുന്നു. അപ്പോൾ ഈ കൊച്ചു പെണ്ണ് ഇവിടെ എല്ലാ കൊട്ടാരക്കരയാണ്. അപ്പോൾ ഇവനെ വളർത്തിയതെല്ലാം ഞാൻ തന്നെ, എല്ലാ കാര്യവും നടന്നു. അപ്പോൾ ഒരു 5-7 മാസമായി. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് വസ്തു വിൽക്കണം. ഞാൻ പറഞ്ഞു പറ്റില്ല, അത് വിറ്റാൻ നിനക്ക് എങ്ങോട്ടോ ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു മക്കളെ. അത് വർക്കല വസ്തു വാങ്ങിക്കാമെന്ന്. ഇവളെ അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു, അത് ഞാൻ പറയണം നല്ലൊരു മനുഷ്യൻ തന്നെ. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു അമ്മ അത് വിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞു വിൽക്കാനൊക്കെ. ഞാനിവിടെ നിന്ന് സത്യം പറഞ്ഞ പിണങ്ങി 2 ആഴ്ച പേട്ടയിൽ പോയി കളഞ്ഞു മക്കളെ. ഞാൻ പോണ ഒരു വീട്ടിൽ ചെന്ന് നിന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അവിടെ. കച്ചവടം എൻ്റെ 16 വയസ്സിൽ ഞാൻ കച്ചവടത്തിന് പോയവരാണ്. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് ആൾക്കാരൊക്കെ പല ആൾക്കാരും ഉണ്ട്. എന്താണെന്ന് കേട്ട് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു അമ്മ വസ്തു വിൽക്കണം, നിങ്ങൾ വരി. ശരി, ഞാൻ വന്നു, വസ്തു വിറ്റു. ഇവൻ എനിക്ക് 10,000 രൂപ എനിക്ക് തന്നു മക്കളെ. തന്ന് ഇവർ എല്ലാവരും കൂടെ ഈ പസ്തയും കൊണ്ട് അവളെ അച്ഛനെ കൂടെ കൊണ്ടങ്ങ് പോവുകയും ചെയ്തു. 10,000 രൂപ തന്ന് ഞാൻ വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. വീട് വെച്ചുകൊണ്ടെന്ന് ഞാൻ ഓടിക്കൊണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ആ 10 രൂപ വേണം. ഞാൻ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചല്ലേ, 10 രൂപ എനിക്ക് കിട്ടില്ല, അടുക്കള കെട്ടാൻ നിവർത്തിയില്ല. ശരി, എല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ 10 രൂപ 10,000 രൂപ കൊടുത്തു മക്കളെ. കൊടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ കുട്ട കച്ചവടമാണ്, എനിക്ക് കുട്ട കച്ചവടമാണ്. ഞാൻ കച്ചവടത്തിനങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പം കുറച്ച് ദിവസമായപ്പം ഒരു പ്രയാസമൊക്കെ ഉണ്ടായപ്പം ഇവൻ അതിൽ നിന്ന് ഒരു വള എടുത്തവൻ പണയം വയ്ക്കാനെടുത്തു. ഒന്നുകൂടെ എടുത്തു. ഞാൻ എന്ത് ചെയ്തു, 7 മാസം ഇവ ഗർഭിണിയാണ്. ഉരുപ്പടി എല്ലാം കൂടെ എടുത്ത് ഇവളെ കയ്യിൽ പറഞ്ഞ് ഇത് ശരിയാവില്ല, കുടിയന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, സാധനം എല്ലാം കൂടെ എടുത്ത് ഇവളെ കയ്യിൽ കൊടുത്തു. കൊണ്ടുപോയിക്കോ എന്ന് വെച്ചാൽ ചിലപ്പോൾ കുടിച്ച് അതിൽ എനിക്ക് 4 പെൺപിള്ളേരെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി എല്ലാം കൂടെ എടുത്ത് ഇവളെ കയ്യിൽ കൊടുത്തു മക്കളെ. ഇവള് കൊണ്ടുപോയി തേരി അറിയിട്ട് ഇവളെ എന്താ പറഞ്ഞു കൊടുത്ത്, അത് കിളവിയാണ് കാരണക്കാരി, ഇവരെ ഞാൻ കിളവിയാണ് എന്നെ പോകാൻ പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല, ഉരുപ്പടിയും കൊണ്ട് പോട്ടെ, ഇന്ന നശിച്ചു പോയാൽ പറ്റൂല. കൊടുക്കാൻ യമനിട്ട് പഴക്കം നിങ്ങളാണ് ഉരുപ്പടി എടുത്ത് കൊടുത്ത്. ഞാൻ പറഞ്ഞു കോട്ട് മക്കളെ അത്ര കഷ്ടം കൊടുക്കാം. അത് ഇവരങ്ങ് കൊണ്ടുപോയി ആ വസ്തുവെല്ലാം ഇവളെ ഉരുപ്പടിയൊക്കെ കൂടെ കൊണ്ടുവന്ന് വീട് വെച്ചു. എനിക്ക് തന്ന 10,000 രൂപയും കൊണ്ടുവന്ന് വീട് വെച്ച് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. 2 മക്കളുണ്ട്, അവർ തന്തയില്ലാതെ ജീവിക്കരുത് എന്നുള്ള ഒരു പ്രയാസം എനിക്കിനി ഇവൻ എങ്ങോട്ടും ഇല്ല മക്കളെ. സത്യം പറയാൻ എനിക്കൊരുടി വെള്ളമുള്ള 4 പെൺമക്കൾ കൊടുത്ത് എനിക്കിവരുടെ ഇല്ല. ഞാൻ വടി കിടക്കുമ്പോൾ ഒരു മാള വീട്ടിലാണ് കിടക്കണം. ഇവിടെ കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. ശരിയാവും എനിക്ക് മക്കളെ ഞാൻ പറയും വേറെ ഒന്നും വേണ്ട, അവർ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്കൊന്നും വേണ്ട, എനിക്ക് ചെവിടെ നോക്കാം വയ്യ, കാലെല്ലാം വേദനയാണ്. ആശുപത്രിയില് അമ്മമ്മയും കൂടെ പോയോ ആശുപത്രിയിൽ? മക്കളെ ഇവളെ ഇത്രയും ഞാൻ പറയട്ടെ, ആരും അവിടെ ഇരിക്കാൻ ആരും പോണില്ല. അയ്യോ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എൻ്റെ 5,000 രൂപ ഞാൻ 2 ആഴ്ച കച്ചവടം ചെയ്തിട്ട് 5,000 രൂപ എട്ടി തന്നു. തന്റെ വേണ്ട ഒരു വാക്ക് പറഞ്ഞു അമ്മ ഈ പൈസ ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നതാണ്, കുടിക്കും. അപ്പം ഞാൻ പിടിച്ച് 5,000 രൂപ കൊണ്ട് വെച്ചു. അച്ഛൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് കൊടുക്കണം. ഇവൻ എൻ്റെ പറഞ്ഞ വാക്കാണ്. ശരി, പൈസ 400, 300 കിട്ടുന്ന ഞാൻ മാറ്റി വെച്ച് 5,000 രൂപയായി. ഇത്രയും ദിവസമായിട്ട് ദേവകി ഒരു ഫോൺ വിളിച്ചില്ലല്ലോ, എന്നെ വിളിച്ചില്ലല്ലമ്മ. ഞാൻ വിളിക്കുന്ന വാക്കിനൊന്നും കേട്ടിട്ടില്ല. ഞാൻ വിളിച്ചാൽ പോലും അവരെടുക്കില്ല മക്കളെ. ഞാൻ പല ദിവസവും വിളിക്കും. ഇവനെ കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് ഈ നല്ലൊരു മോളിലൊക്കെയാണ് കിടക്കണമെന്ന് വെച്ചാൽ പിടിച്ചു പോയി. അപ്പം നമുക്ക് പറയണ്ടല്ലോ മക്കളെ, ആരായാലും. അങ്ങനെ ഞാൻ ഇവളെ പല ദിവസവും വിളിച്ചു മക്കളെ, ഇവളെ എടുത്തിട്ടില്ല. 5,000 രൂപ വാങ്ങിച്ച് ഞാൻ എൻ്റെ തലകണിയുടെ ഇടയിൽ കൊണ്ടുവച്ചിരുന്നു. ഒരു ദിവസം എൻ്റെ പറയണു, ഇത്രയും ദിവസമായിട്ട് അവൾ വിളിച്ചില്ല, ആ പൈസ ഇങ്ങനെ എടുക്കി
എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 500 കൊടുത്തു മക്കളെ. പിന്നെ ഞാൻ ചെറുക്കയാണ്. പിന്നെ ഞാൻ 3 500 വാങ്ങിച്ചു. പിന്നെ ഒരു ദിവസം വന്ന് 500 വാങ്ങിച്ചു. പിന്നെ 3500 എൻ്റെ കയ്യിരിക്കുകയായിരുന്നു. ഒടുക്ക ഒരു ദിവസം വന്നിട്ടുണ്ട് പറയണം, സത്യം ഞാൻ പറയട്ടെ, നീ പറയണ്ട, 3500 രൂപ കൈ വാങ്ങിച്ചിട്ടുണ്ട് പറയണം. കിണറ്റിൻ്റെ മുട്ടിയെന്നുണ്ടാവും പറയണം മക്കളെ. ഞാൻ ഓടി 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 ഞാൻ നടക്കും. ഇവൻ പൈസ കിണറ്റി അടിച്ചിട്ട് പറയണം, എവിടെ ഇത്ര ദിവസം എന്നെ വിളിച്ചില്ലല്ലോ. ഇത് ഞാൻ കുടിച്ചും കൊണ്ട് ഈ പുളിയെ നിൽക്കും. ഇത് എന്തിനാടാ 2 പിള്ളേർ കിടക്കും അവിടെ കഴിഞ്ഞ് പൈസയും കൊണ്ട് കുടിച്ചിട്ട് മക്കളെ ഞാൻ നോക്കിയപ്പോൾ കാണാമേ കുടിച്ച് വഴി അവിടെ കിടക്കുകയാണ്. യവൻ ഞാൻ മിണ്ടിയില്ല, മിണ്ടാ കിടന്ന്. ഇവിടെയൊക്കെ യവൻ എഴുത്തൊക്കെ ഇരുന്നിട്ട് അവൻ പറഞ്ഞ്, നിങ്ങളെ ഞാനും ചാവും, നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു കൊല്ല്, അത് നല്ലത്. നീ മക്കൾ പോകുമ്പോൾ എന്നെയും കൂടെ കൊല്ലണേ മക്കളെ, അപ്പം എനിക്കൊന്നും കാണണ്ടല്ലോ. ഇവിടെയൊക്കെ അമ്മ എന്നോട് സഹി കെട്ടപ്പോൾ എന്നോട് പറഞ്ഞ, അമ്മ എൻ്റെ കുടി ഞാൻ മതിയാക്കും, എന്നെ എവിടെയും കുടിക്കാൻ കൊണ്ട് പോകുമോ മക്കളെ, വേറെ പൈസ ഒന്നുമില്ല. സത്യം ഞാൻ ഈ കൊച്ചിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, മക്കളെ ഇത്രയും നീ ചിലവാക്കിയില്ലേടി, ഒരു 10-12 രൂപയുടെ എങ്കിലും മറിച്ചിട്ടാ. ഈ ഉള്ള കൊച്ച് ബാമ്പി കിടന്ന് മണ്ണെണ്ണ കുടിക്കുന്ന പൈസയാണ്. ഒരു 10 രൂപ എൻ്റെ തന്നു മക്കളെ. ഞാൻ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ശരി പൂർണ്ണമായിട്ട് നീ വിശ്വസിക്കുകയാണോ കുടിക്കില്ലെന്ന് തന്നെ, പൂർണ്ണം തന്നെയല്ലേ, ഇനി നീ എന്നെ കൊല്ലിക്കരുത്. ഇല്ല. അപ്പോഴും യമൻ ഒരു ഫോണിരുന്ന്, വേറൊരു പയ്യൻ അവിടെ കിടന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു, വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുടി മതിയാകും, നിൻ്റെ പൂർണ്ണ ഇഷ്ടത്തോട് വരെയാണ്, വാ എന്നാ തിങ്കളാഴ്ച വാ എന്ന് പറഞ്ഞു. മക്കളെ അതിനിടയ്ക്ക് ഇവിടെ ആരെയും മക്കളെ ചെയ്യുമ്പോൾ വേണ്ട ഇപ്പോൾ ഒരു ഇതിനിടയ്ക്ക് വിളിച്ച് സത്യം ഞാൻ പറഞ്ഞു, ഞാൻ കഥയുടെ ഞാൻ പറഞ്ഞു, നിനക്ക് നിനക്ക് എന്തൊരു വേല ഇല്ല. ഞാൻ അപ്പം അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മക്കളെ ഈ വിളിച്ചത് കേട്ടോ. ഇവിടേക്കും അവിടെ പോവാന്ന് പറഞ്ഞു. എൻ്റെ മൂത്തവളെ മോളിവിടെ ഞാൻ പറഞ്ഞു, അവളെ ഭർത്താവിൻ്റെ മക്കളെ ഒരു ദിവസം കൂടെ എനിക്ക് ഞങ്ങൾ പോകില്ല. അപ്പം ആരും പോകാനില്ല. 5 മക്കളും കുടുംബവും ചെറുമക്കളുമുള്ള ഞാനാണ്. മക്കളെ എനിക്ക് വയസ്സ് 80 ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ വരാം, നിൻ്റെ കുടി മതിയാക്കി നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാൻ ഞാൻ വരാം. 2 ദിവസം അവിടെ ചെന്ന് കിടന്ന് എനിക്ക് വെപ്രാളും വിറയിലും ഉണ്ടായി. കൈയും കാലും കൂടെ എവിടെയാണ് കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 നിയമം എഴുതി അവ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ വിടണം, എൻ്റെ സ്വാതന്ത്ര്യമേറ്റ് ഞാൻ ഇവിടെ കിടക്കാം, മക്കളെ ഒരുത്തരും വന്ന് നോക്കാൻ ഇല്ല. 3 നിയമം പേരെഴുതി വെച്ച് എന്നെ അങ്ങ് വിട്ട് വീട്ടിൽ വന്ന് ഞാൻ 3 ദിവസം ആശുപത്രി കിടന്ന്. എനിക്ക് ചെറുതയില്ല, എനിക്ക് ചെറുതയില്ല മക്കളെ. ഞാൻ 16 വയസ്സ് കുട്ടിയെടുത്ത് എൻ്റെ മക്കളെ വളർത്തി. എനിക്ക് സമാനമില്ല. എനിക്കിപ്പം 10 വയസ്സാരും ആരുമില്ല. 10 വയസ്സ് ആരും തരാനില്ല. എനിക്കൊന്നും വേണ്ട, യമൻ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. അതിന് തന്നെയാണമ്മ, അതിനെ തന്നെ സംസാരിച്ചു. എനിക്ക് അവളെ കളയണമൊന്നുമില്ല മക്കളെ. 2 കുട്ടികളെ ഒന്ന് തള്ളയില്ലാതെ തന്തയില്ലാതെ വളർത്തരുത്. ഇവളിപ്പോഴും മനസ്സിലാക്കുന്നില്ല മക്കളെ. ഇവളെ അച്ഛൻ നല്ല മനുഷ്യനാണ്. ഒന്നാമത്തെ കാര്യം ഞാനിപ്പം തുറന്ന് പറയുകയാണെങ്കിൽ ഇവളെ അമ്മയാണ് ഇതിനുള്ള കാരണം മുഴുവനും. ഇവരെ തെറ്റിക്കുന്ന കാര്യം അമ്മയാണ് മക്കളെ, അല്ലാതെ ആരുമല്ല. ഇവളെ അച്ഛൻ നല്ല മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ വസ്തു ഒപ്പിട്ട് കൊടുക്കാനും ഈ വസ്തു വാങ്ങിക്കാനും. പക്ഷെ ആ പാവപ്പെട്ടവൻ മരിച്ചുപോയി. അതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ മോനെ ഇവളെ അച്ഛൻ മരിക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പേ ഇവളെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. ഞാൻ ഇവളായിട്ട് ചെറിയ പ്രശ്നം വഴക്ക് രാവിലെയാണ് സംസാരമായി. ഇതുപോലെ കസാര ഇതൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് എടുത്ത് ഇങ്ങനെ എറിഞ്ഞത് ഞാനല്ല. അപ്പം ഇങ്ങനെ ഇവളെ അച്ഛൻ ഓടി എൻ്റെ വീട്ടിൽ വന്നു. എന്താണ് പ്രശ്നം എന്നിട്ട് ഞാൻ നിങ്ങളെ മോളെടുത്ത് ചോദിച്ചായിരുന്നു പറഞ്ഞു. നിങ്ങളെ മോളെടുത്ത് ചോദിച്ചാൽ ഇത് എന്തിനാണ് കാര്യമെന്ന് നിങ്ങളെ മോളെടുത്ത് ചോദിച്ചായിരുന്നു പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഇവിടെ കയറി വന്നതിന് ശേഷം ഇത് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലേ, എന്നെ കുറ്റപ്പെടുത്തിയിട്ട് പോയതേ ഉള്ളൂ മക്കളെ. പിന്നെ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ അച്ഛൻ്റെ അടുത്ത് തന്നെ പറയണം, എനിക്ക് കുടി നിർത്താൻ പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഒരിടയ്ക്ക് ഒരു 10-3000 രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞു, എനിക്ക് കുടി നിർത്താൻ പോകണം. ഇങ്ങനെ കുടി നിർത്തും. കുറച്ച് ദിവസം കുടി നിർത്തി വെച്ചിരുന്നാൽ നമ്മൾ കൂട്ടുകാരന്മാരിലേക്ക് നിൽക്കുമ്പോഴത്തേക്ക് കുടി ആ രീതിയിൽ പിന്നും പോകും. അപ്പോൾ ഇത് കുടി നിർത്താനായിട്ട് എവിടെയെങ്കിലും പോയി നിർത്തണമെന്ന് പറഞ്ഞു. ഇവിടെ അച്ഛനും പറഞ്ഞു, എനിക്ക് നീ ഒരു വേല, നീ കുറച്ച് പൈസ ഉണ്ടാക്കും, ബാക്കി ഞാൻ നല്ല മനുഷ്യൻ ഞാൻ ചെയ്തോളാം. ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്, എൻ്റെ വീട്ടിൽ വെച്ചാണ് സംസാരിക്കണം. ചോദിച്ചു നോക്കാം, കൂടെ നിർത്തിയാണ് പറഞ്ഞത്. നീ കുറച്ച് പൈസ ഉണ്ടാക്കും, ബാക്കി ഞാൻ കൂടെ ഇട്ട് കുടി നിർത്താൻ തന്നെ ഞാൻ കൊണ്ടുവന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്.